الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സ്രഷ്ടാവായ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റബ്ബിന്റെ നിയമങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട് എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം സിറിയയിലേക്ക് ചെന്ന ഒരു സംഭവം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അവിടെ ചെന്ന് അവിടുത്തുകാരായ ആളുകളോട് കുറെ ഉപദേശങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ്. ആ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ചരിത്രത്തിലുള്ളത്, മാലിയാറാക്കും തബ്നൂന വമാലാ തസ്കുനൂൻ, മാലാ തസ്കുനൂൻ, നിങ്ങളിവിടെ താമസിക്കുന്നൊന്നുമില്ല, ഈ ഭൂമിയിൽ നിങ്ങൾ വസിക്കുന്നില്ല, എന്നിട്ടും ഇവിടെ നിങ്ങൾ എന്തുമാത്രം നിർമ്മിതികളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വതജ്മഊന മാലാ തഅകുലൂൻ, നിങ്ങൾക്ക് തിന്നാൻ വേണ്ടതിന്റെ അപ്പുറത്തേക്കാണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ശേഖരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്, ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം വേറുണ്ട്. ഇന്നല്ലദീന കാനൂ മിൻ ഖബലകും ബനൗ മുശയ്യദ, തുടർന്ന് അദ്ദേഹം പറയുന്നൊരു വാക്കതാണ്, നിങ്ങളുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര എടുപ്പുകള്, നല്ല ശക്തിയുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി നിർമ്മിച്ചവരായ ആൾക്കാരായിരുന്നു അവര്. വഅമലു ബഈദ, ഒരുപാട് കാലത്തേക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കും എന്ന നിലക്ക് പ്രതീക്ഷകൾ വെച്ച് പുലർത്തി അങ്ങനെ സമ്പാദിച്ചു കൂട്ടിയവർ. ജമഉ മുസീറ, ഈ ഭൂമിയെ ഇളക്കി മറിച്ചിട്ട് ഒരുപാട് സമ്പത്തുകൾ വാരിക്കൂട്ടി ശേഖരിച്ച് നിധിയാക്കി വെച്ചവരായിരുന്നു അവർ. ഫഅസ്ബഹ അലൈഹിം ഗറൂറ, പക്ഷെ അവസാനം
ഒരുതരം വഞ്ചനയിൽ അവരകപ്പെട്ടു പോവുകയും ആ വഞ്ചനാത്മകമായ ലോകത്ത് ഇത് തന്നെയാണ് ഇത് ശാശ്വതമായി നിലനിൽക്കുന്നത് എന്നുള്ള നിലക്ക് അവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷെ എന്ത് സംഭവിച്ചു? വജമഅഹും ഖുബൂറൻ വമസാകിനുഹും ഖുബൂറാൻ. അവര് ഉണ്ടാക്കിക്കൂട്ടിയതായ എല്ലാ സമ്പത്തുകളും അവർക്ക് തന്നെ നാശത്തിന്റെ ഹേതുവായി മാറിയെന്ന് മാത്രമല്ല, അവര് സമ്പാദിച്ചു കൂട്ടിയത് മാത്രമല്ല, അവരുണ്ടാക്കി വെച്ച പാർപ്പിടങ്ങൾ, എല്ലാ സമ്പത്തുകളും അവരുടെ പാർപ്പിടങ്ങൾ വരെ ഖുബൂറ, ആ പാർപ്പിടങ്ങൾ തന്നെയും താമസ സ്ഥലങ്ങൾ തന്നെയും അവരുടെ ഖബറുകളായി മാറുന്ന ചരിത്ര വൈരുദ്ധ്യം അല്ലെങ്കിൽ വിധി വൈപരീത്യം അനുഭവിക്കേണ്ടി വന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിഷയം ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇന്ന് ഈ വിഷയത്തെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ ആയത്ത് വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പറയുന്നത് ഒരുപാട് കേട്ടതെന്ന് ഓർമ്മിപ്പിച്ചാൽ മതിയാവും. ഈ ഭൗതിക ജീവിതത്തെക്കുറിച്ച് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു തിരിച്ചറിവുണ്ട്, ഒരു ബോധ്യത്തിലേക്ക് നമ്മളെ എത്താൻ വേണ്ടി നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തിൽ അല്ലാഹു പറയുന്നത് എന്താണെന്നറിയോ? അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുൻ. ഈ തീർച്ചയായിട്ടും ഈ ഭൗതിക ജീവിതം ഇവിടെ ഒരുപാട് കളികളും തമാശകളും ഒക്കെ ആയിക്കൊണ്ട് അങ്ങനെ പോവാണ്. വസീനത്തും വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. അതേപോലെ തന്നെ സീനത്ത്, അലങ്കാരങ്ങളോട് വലിയ താല്പര്യം, സൗന്ദര്യത്തിന്റെ പ്രകടനമായിക്കൊണ്ട് അതിനോട് വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു ജനത അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ദുനിയാവിന്റെ യാഥാർത്ഥ്യം അതാണ്. വതഫാഖുറും ബൈനക്കും. അതിനെ തുടർന്ന് അവർക്കിടയിൽ ഉണ്ടാകുന്ന മറ്റൊന്ന് തഫാഖുറാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോര് നടിക്കുക, പെരുമ നടിക്കുക, അഹങ്കരിക്കുക, ഗർവ് കാണിക്കുന്ന, എനിക്കുള്ളതിനെ കുറിച്ച് ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ട് കിട്ടിയതിനെ കുറിച്ച് പോരിശ പറഞ്ഞിട്ട് ഇങ്ങനെ പെരുമ നടിക്കുന്ന ഒരു അവസ്ഥ. അല്ലാഹു കൊടുത്ത സമ്പത്ത്, അല്ലാഹു കൊടുത്ത സന്താനങ്ങൾ, അതിന്റെ പേരിലൊക്കെയും ദുരഭിമാനം നടിക്കുക ചെയ്യുന്ന രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവിടെ കാണാൻ പറ്റും. ഇതൊക്കെ എന്താണെന്നറിയോ? അള്ളാഹു പറഞ്ഞു തന്നിട്ട് ഒരുപാട് ചിന്തിക്കാനുള്ള കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ശൈശവ കാലഘട്ടം മുതൽ വാർദ്ധക്യത്തിന്റെ അവസ്ഥ വരെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് വിശദീകരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കല്ല ഇന്ന് ശ്രദ്ധ പോകുന്നത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള നേർക്കുനേരെ വായിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളിലേക്കാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. കമസലി ഗൈസ്. ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ഒരു ഗൈസ്, ഒരു പേമാരി പോലെയാണ്. ഈ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം, ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്രദമായ ഒരു പേമാരിയെ പോലെയാണ്. ആ പേമാരി പെയ്തപ്പോൾ എന്തുണ്ടായിന്നറിയോ? ഈ ഭൂമിയിൽ ഒരുപാട് സസ്യങ്ങൾ മുളച്ചു പൊന്തിയിട്ടുണ്ട്. ഇവിടെ വരണ്ടുണങ്ങിയ ഭൂമിയൊക്കെ സജീവമായിട്ടുണ്ട്. ഇവിടെ കൃഷിക്ക് ഉപയുക്തമായ രീതിയിൽ മണ്ണ് പാകപ്പെട്ടിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് ആശ്വാസമായിട്ടുണ്ട്, ജീവജാലങ്ങൾക്ക് ആശ്വാസമായിട്ടുണ്ട്, പട്ടിണി മാറിയിട്ടുണ്ട്, ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ഉണ്ടായപ്പോഴോ അങ്ങനെ ആ ഭൂമിയിൽ പിന്നെ കൃഷി ഇറക്കുന്ന കർഷകരുടെ കാര്യത്തിൽ അല്ലാഹു പറയാണ്, കൃഷിയുടെ അടിസ്ഥാനത്തിൽ ചെടികളും സസ്യങ്ങളും ഒക്കെ മുളച്ചു പൊന്തി വന്നപ്പോഴോടുകൂടി അവർക്ക് വല്ലാത്ത സന്തോഷം, വല്ലാത്ത അത്ഭുതം കൂറുന്ന അവസ്ഥയിലേക്ക് അവർ എത്തി. ഇതൊക്കെ ഇങ്ങനെ എന്തൊരു ഭംഗി, എന്തൊരു ആനന്ദം എന്നുള്ള നിലക്ക് അവർ കൺകുളിർക്കാൻ തുടങ്ങി. പക്ഷെ അല്ലാഹു പറയാണ്, ഇത് കൃഷിയെക്കുറിച്ച് പറഞ്ഞതല്ലല്ലോ, അല്ലെങ്കിൽ കർഷകനെ കുറിച്ച് പറഞ്ഞതല്ലല്ലോ, മറിച്ച് കൃത്യമായ ഒരു ഉപമയാണത്, കൃത്യമായി ചിന്തിക്കാൻ തന്നിട്ടുള്ള ഉപമയാണത്. അതെന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആ ഒരു ആനന്ദത്തിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കെ മനുഷ്യന്റെ ആനന്ദത്തിന്റെ പാരമ്യതയെ കുറിച്ച് അല്ലാഹു ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറയാണ്. അതിന് പറ്റുന്ന രീതിയിൽ ഉദാഹരണം പറഞ്ഞത്, മഴ പെയ്തപ്പോൾ സസ്യങ്ങളും അതേപോലെ തന്നെ ഇവിടുത്തെ കൃഷിയുമൊക്കെ വളർന്ന് വല്ലാത്ത അത്ഭുതം കൂറുന്ന, ആശ്ചര്യം കൂറുന്ന, സന്തോഷമുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിയപ്പോൾ ആ കൃഷിയൊക്കെ യഥാ പതുക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോകുന്ന ആ കൃഷി ഉണങ്ങാൻ തുടങ്ങുന്നതോടുകൂടി നമ്മൾക്കത് കാണാൻ സാധിക്കുന്നത്, നിനക്കത് കാണാൻ സാധിക്കുന്നത് ആദ്യം തന്നെ മഞ്ഞ പിടിച്ച ഒരവസ്ഥയിലേക്ക് അത് ഇങ്ങനെ വരും. ഉണങ്ങുന്നതിന്റെ മുന്നോടിയായിക്കൊണ്ടൊരു മഞ്ഞപ്പ് ഇങ്ങനെ ബാധിക്കും. ആ ഉണക്കം എന്നുള്ളത് യാഥാർത്ഥ്യം
യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പൂർണ്ണമായിട്ടും ഒന്നിനും പറ്റാത്ത വൈക്കോൽ തുരുമ്പുകളായിട്ട് അവ മാറുന്നു. വഫിൽ ആഖിറതി അദാബുൻ ശദീദുൻ വമഗ്ഫിറത്തുൻ മിനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ ജീവിതം കഴിഞ്ഞാൽ പിന്നെ പരലോകത്തൊരു ശാശ്വതമായ ലോകം വെച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഒരു ബോധ്യത്തിലുള്ള സംഗതിയാണ്. ആ ബോധ്യമാണല്ലോ നമ്മളവിടെ ഒരുമിച്ച് കൂട്ടുന്നത്. അള്ളാഹു നമ്മോട് പറയുന്നു, ഈ പരലോകത്തേക്ക് നമ്മൾ യാത്രയാകാനുണ്ട്. ദുനിയാവ് തീർന്നു പോകും, അത് ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞതുപോലെയൊക്കെ തീർന്നു പോകും. എന്നാണോ പരലോകത്തോ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടരുണ്ടാകും. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന് ഭാഗ്യം കിട്ടുന്നവരായ ആളുകളുണ്ടാകും. അവർക്ക് അള്ളാഹുവിന്റെ തൃപ്തിയുണ്ടാകും. റബ്ബ് അവരെ തൃപ്തിപ്പെടും. കാരണം റബ്ബിനെ തൃപ്തിപ്പെട്ട് ജീവിച്ചവരെ കൂട്ടത്തിലുണ്ടാകും. അള്ളാഹു എന്നിട്ട് പറഞ്ഞ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ സംസാരിക്കുന്നത് വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ഭൗതിക ജീവിതം നമ്മളെ വല്ലാതെ പറ്റിച്ചു കളയും, നമ്മളെ വഞ്ചിച്ചു കളയുന്ന ഒരു വിഭവം അത് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചിന്തകളിലേക്ക് നൽകുന്ന ഒരു ആയത്താണ്. ആ ആയത്ത് വിശദീകരിക്കുക എന്നതിനേക്കാൾ അപ്പുറം അത് വേണ്ട തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഇന്ന് ഒരു പ്രത്യേക വിഷയത്തെ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാനാണ് ഈ ആയത്ത് കേൾപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ആയത്തിൽ നിന്ന് നേർക്കുനേരെ കിട്ടിയ പാഠം നമ്മൾ ആയത്ത് വായിച്ചപ്പോൾ മനസ്സിലാക്കിയല്ലോ. ഈ ഭൗതിക ജീവിതം നമ്മളിങ്ങനെ പളവളപ്പോടുകൂടി പ്രസരിപ്പോടുകൂടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ ആ പ്രസരിപ്പൊക്കെ തീർന്നു പോകും. അതൊരു കൃഷി പോലെയാണ്. കൃഷിയിൽ മുളച്ചു പിന്നെ ഈ മഴയത്ത് മുളച്ചു പൊന്തിയ ഒരു ചെടി പോലെയാണെന്ന് പറയാം. ആ ചെടിയോ നമ്മളത് കാണുമ്പോൾ സന്തോഷം കൊള്ളും, പക്ഷെ അത് പതുക്കെ പതുക്കെ ഉണക്കത്തിലേക്ക് പോകും. ആ ഉണക്കത്തിന്റെ ആഘട്ടത്തിൽ മഞ്ഞ ബാധിക്കും. മഞ്ഞ ബാധിച്ചത് പച്ച ഉണങ്ങിപ്പോയിട്ട് വൈക്കോൽ തുരുമ്പായിട്ട് മാറും എന്ന് പറഞ്ഞിടത്ത് വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ദുനിയാവിന്റെ സത്യമാണല്ലോ അത്. ഈ ഭൗതിക ജീവിതം അങ്ങനെ തന്നെയാണെങ്കിൽ ഈ ഭൗതിക ജീവിതത്തിന്റെ തകാസുറിന് വേണ്ടി ആ ഒരു വാക്ക് പറയുന്നുണ്ട് ആ ആയത്തില്, തഫാഖുറും ബൈനക്കും ഫിൽ അംവാലി വൽ തഫഖുറും ബൈനക്കും. നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തഫാഖുർ, ഗർവ നടിക്കല്, വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിന്റെയും മക്കളുടെയും കാര്യത്തിൽ. അതാണ് പ്രധാനപ്പെട്ട വിഷയം. മക്കളുടെയും കാര്യത്തിൽ വല്ലതെങ്ങനെ പെരുമ നടിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സമയത്ത് ഒരു വിഷയം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വേറൊന്നുമല്ല. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മക്കളെ ചേർക്കാനുള്ള ഒരു ആലോചനകളിൽ എവിടെ ചേർക്കണം, ഏത് കോഴ്സിന് പഠിപ്പിക്കണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, അതിനുവേണ്ടി ഏതൊക്കെ രീതിയിൽ സമ്പത്ത് കണ്ടെത്തണം, ആ മക്കൾക്ക് വേണ്ടി ആ രീതിയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളയിടത്ത് ഒരുപാട് ചിന്തകളോ വിചാരങ്ങളോ അതല്ലെങ്കിൽ ആലോചനകളോ അന്വേഷണങ്ങളോ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം എന്നുള്ള നിലക്ക് ഈ സമയത്ത് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കേണ്ട ദീനിയായിട്ടുള്ള ചിന്തകൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ആയത്തിൽ ഊന്നി പറയുന്ന പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒറ്റ വാക്കുകൂടി ഒന്നുകൂടി ആവർത്തിക്കട്ടെ. മക്കളുടെ കാര്യത്തിൽ, സമ്പത്തിന്റെ കാര്യത്തിൽ ഗർവ നടിക്കുന്ന മനുഷ്യന്മാരുണ്ടാകുന്നു. അതേപോലെ തന്നെ എന്റെ സമ്പത്ത് കാണിക്കാൻ വേണ്ടിക്കൊണ്ട് എങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണം എന്നുള്ളത് മനുഷ്യന്മാർക്ക് നട്ടം തിരിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് പോലും അറിയാതെ ഒരു അവിവേകപൂർണമായ വിവേകമില്ലാത്ത സമീപനം ഈ രംഗത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണുന്നിടത്താണ് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഓർമ്മയിൽ ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല്, ദീനിയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ തന്നെയും ദീനിയായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളായിട്ടുള്ള രക്ഷിതാക്കളാവാം, കുടുംബങ്ങളാവാം, അവരെ തന്നെ പിടികൂടിയിട്ടുള്ള തഫാഹുറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. തഫാഹുർ എന്നുള്ള വാക്ക് ഇനി ചിലപ്പോൾ അതേ വാക്ക് തന്നെ ആവർത്തിക്കാം. അതിന്റെ ആ അർത്ഥം കഴിച്ചു കഴിഞ്ഞാൽ ഗർവ് നടിക്കുക, അതല്ലെങ്കിൽ പെരുമ നടിക്കുക, അതല്ലെങ്കിൽ ഉള്ളതിന്റെ പേരിൽ അഹങ്കരിക്കുക എന്നൊക്കെ അർത്ഥം പറയാം. ആ ഒരു തഫാഹുറിന്റെ കേളീരംഗമായിട്ട് മാറുന്ന ഒരു രംഗമായിട്ട് വിദ്യാഭ്യാസ രംഗം മാറുന്നതിന് നമ്മൾ അതിനെതിരെ ജാഗ്രത കാണിക്കണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകള് വലിയ ഒരു സ്ഥാപനം, എങ്ങനെ വലിയ സ്ഥാപനം, ഈ പരസ്യം കൊണ്ടൊക്കെ പേര് കേട്ട ഒരു സ്ഥാപനമായിരിക്കണം. ആ സ്ഥാപനത്തിന്റെ ബസ് ഇങ്ങനെ എന്റെ വീടിന്റെ മുന്നിലേക്ക് ഇങ്ങനെ വരണം. എന്നിട്ട് വീടിന്റെ മുന്നിലേക്ക് ഇങ്ങനെ വന്നിട്ട് ആ കുഞ്ഞ് മാർബിൾ തറയിൽ നിന്ന് അതിന്റെ കുഞ്ഞിന്റെ കാലിൽ ഒരു പൊടി പോലും മണ്ണാകാതെ വിലയേറിയ യൂണിഫോം ഇട്ടിട്ട് ആ കുഞ്ഞിങ്ങനെ അതിലൂടെ ഇങ്ങനെ കയറി പോകുമ്പം എന്നിട്ട് അത് കൊണ്ടിട്ട് ഊറ്റം കൊള്ളണം. എന്നിട്ട് മനുഷ്യന്മാർ അതിങ്ങനെ കാണണം.
കാണുമ്പോ എന്റെ കുഞ്ഞ് പഠിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ച് വലിയ ഒരു ഊറ്റം കൊള്ളലോ ഗർവ് നടിക്കലോ അഹന്ത കാണിക്കലോ ആയിക്കൊണ്ട് ഈ രംഗം മാറുന്നതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. ഇതാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്? അങ്ങനെയാണ് ചിന്തിക്കുന്നത് എങ്കിൽ ഇതൊക്കെ തീർന്നു പോകും എന്നുള്ള ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകണം. എന്താ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ തഫാഹുറിന് വേണ്ടിക്കൊണ്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി എന്റെ സമ്പത്തിന്റെ പെരുമ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇടപെടുന്ന ഇടപെടലുകൾ നമുക്ക് കിട്ടുന്ന ഒരു താൽക്കാലിക സുഖം, ആ സമയത്ത് കിട്ടുന്ന ഒരു ആനന്ദം, ഇത് മാത്രമാണ് ബാക്കിയാകുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. എന്തുകൊണ്ട് എന്ന് പറയാം, നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ഏതെങ്കിലും സ്ഥാപനത്തെ പ്രത്യേകം പോയിന്റ് ഔട്ട് ചെയ്യുന്നല്ല, മറിച്ച് ഉണ്ടാകാനിരിക്കുന്ന ചില ദുരന്തങ്ങള് നമ്മൾ ഈ വിഷയത്തിൽ അറിയേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ ആയത്തുകളുടെ വെളിച്ചത്തിൽ സംസാരിക്കേണ്ട ചില കാര്യങ്ങൾ, ചില മക്കൾക്ക് ചില കാര്യങ്ങൾ ഈ വിഷയത്തിൽ നഷ്ടമാകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ മക്കൾ സഹിക്കേണ്ടതായ കുറെ കാര്യങ്ങളുണ്ട്. നഷ്ടമാകുന്ന കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് ഒരുപാട് കിട്ടും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? പലപ്പോഴും ഈ പിന്നെ വലിയ വലിയ സ്ഥാപനങ്ങളിലേക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്തുകൊണ്ട് മക്കളെ എത്തേണ്ടി വരുന്നു. മണിക്കൂറുകൾ ബസ്സിലിരിക്കേണ്ടി വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് മക്കൾ അനുഭവിക്കേണ്ടി വരുന്നൊരു പ്രയാസം. ആ പ്രയാസം എന്തിനു വേണ്ടി മക്കൾ സഹിക്കണം? എന്റെ മകൻ അവിടെയാണ് പഠിക്കുന്നത് എന്നുള്ളത് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ പേരിൽ സന്തോഷം കൊള്ളാൻ വേണ്ടി, അതിന്റെ ഒരു ആത്മരതി, ആത്മസുഖം എന്നൊക്കെ പറയാം, ഉള്ളിൽ കിട്ടുന്ന ഒരു ആനന്ദം, അതിനപ്പുറത്തേക്ക് വേറൊന്നുണ്ടാവണില്ല. മറിച്ച് കുട്ടികൾക്ക് ഉണ്ടാകാൻ നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? മക്കളുടെ മദ്രസ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോകുന്നു. മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ചിലതെങ്കിലും മദ്രസ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പരസ്യങ്ങളിൽ പറയുകയും മോറൽ സ്റ്റഡീസ് എന്നുള്ള നിലക്ക് വളരെ കുറഞ്ഞ സമയം മാത്രം ദീന് പഠിക്കാൻ കിട്ടുന്ന ചാൻസ് ആണ്. അപ്പോഴോ കുട്ടികളുടെ കാര്യത്തിൽ മദ്രസയിൽ പോണില്ലേ, ദീൻ പഠിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും ആ സ്കൂളിലെ മദ്രസ ഉണ്ട് എന്നാ പറയാ. സ്കൂളിലെ മദ്രസയെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാലോ വളരെ കുറഞ്ഞ സമയം മാത്രം മദ്രസയിൽ പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു വിഷയം, അതിൽ തന്നെ ഖുർആൻ പഠനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിന് വേണ്ടി കുറച്ച് സമയം, ഇങ്ങനെ കുറച്ചെന്തെങ്കിലും കിട്ടുന്നു എന്നതിനപ്പുറം ഒരു കുട്ടിക്ക് മദ്രസയിൽ പഠിച്ചാൽ കിട്ടേണ്ട ധാർമ്മിക ബോധവും ധാർമ്മിക വിദ്യാഭ്യാസവും നേടുന്ന രീതിയിൽ അവന്റെ മതവിദ്യാഭ്യാസത്തിലേക്ക് അവനെ നയിക്കാനോ എത്തിക്കാനോ സാധിക്കാത്ത രീതിയിലല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല ഇത്തരം സ്ഥാപനങ്ങളും ഉള്ളത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതല്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല, ആവട്ടെ, അങ്ങനെ അതുമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ അവിടെ വേറൊന്നുണ്ട്. ഇപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കൂ, പൊതുവിദ്യാലയങ്ങൾ. ഒരു പൊതുവിദ്യാലയത്തിൽ അധ്യാപകൻ എന്നുള്ള നിലക്ക് മാത്രമൊന്നല്ല സംസാരിക്കുന്നത്, അതുപാടെന്ന് വെച്ചോളൂ. പൊതുവിദ്യാലയങ്ങൾ ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്, പഴയതുപോലെയൊന്നുമല്ല. അധ്യാപകർക്ക് നിരന്തരമായ ട്രെയിനിങ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അധ്യാപകർ. ആ അർത്ഥത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്നാൽ പോലും വീണ്ടും കൊറോണയുടെ കാലഘട്ടമൊക്കെ ആയപ്പോ ആ സമയത്ത് പൊതുവിദ്യാലയങ്ങളോട് വല്ലാത്ത ഒരു അടുപ്പം തോന്നിയിടത്ത് നിന്ന് വീണ്ടും തിരഞ്ഞെടുക്കാൻ തുടങ്ങി. തിരഞ്ഞെടുത്തിട്ട് ഇതൊന്നും വേണ്ടെന്നല്ല പറയണത്, അനിവാര്യമാണ് എങ്കിൽ ആകാം. പക്ഷെ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ജാഗ്രത നമുക്കുണ്ടാകണം. അഥവാ ദീനീ വിദ്യാഭ്യാസം, ധാർമ്മിക ബോധം, അതിലേക്ക് എത്താൻ സാധിക്കുന്നത് ജീവിതം പഠിക്കുക, അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ജീവിതം പഠിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല രീതിയിൽ നടക്കണമെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഇവര് മിങ്കിൾഡ് സൊസൈറ്റിയാണ് നമ്മളുടേത്. മിങ്കിൾഡ് സൊസൈറ്റി ആകുമ്പോൾ കൂടിക്കലർന്ന ഒരു സംസ്കാരത്തിന്റെ ആളുകൾ എന്നുള്ള നിലക്ക് കൊണ്ടും കൊടുത്തും നന്മയിലേക്ക് എത്താൻ സാധിക്കുന്ന രീതിയിൽ അവർക്ക് ജീവിതം എന്ത് എന്ന് പഠിക്കാൻ സാധിക്കുന്ന ഒരു തലത്തിലേക്ക്, സ്വയം ഉയരാൻ സാധിക്കുന്ന തലത്തിലേക്ക് മക്കൾ എത്തുക എന്നുള്ളത്, അതിന് മക്കളെ പ്രാപ്തരാക്കുക എന്നുള്ളത്, അതിലേക്ക് മക്കളെ വഴി നടത്തുക എന്നുള്ളതിന് പകരം ഉണ്ടാകുന്നത് ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് തന്റെ മകൻ എന്താകണം എന്ന് സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിലേക്ക് മക്കളെ വഴി നടത്താൻ വേണ്ടിക്കൊണ്ട് നമ്മളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് മക്കളെ മാറ്റുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടായിക്കൂടാത്തതാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ ദീനിയായിക്കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം നേരത്തെ പറഞ്ഞതുപോലെ, മനസ്സിലാക്കിയതുപോലെ ഒരുപാട് നഷ്ടങ്ങൾ മക്കൾക്ക് സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മക്കൾക്ക് ഒരുപാട് സഹിക്കേണ്ടി വരുന്നുണ്ട്. സഹിക്കേണ്ടി വരാന്ന് പറഞ്ഞാൽ നേരെ സൂചിപ്പിച്ചല്ലോ, യാത്രകളൊക്കെ വലിയ ഒരു പ്രയാസമാകുന്നു എന്നുള്ളത്. യാത്രാ ദുരിതം, മണിക്കൂർ കണക്കിന് ബസ്സിലിരിക്കേണ്ടി വരിക എന്നുള്ളത് താങ്ങാനാവാത്ത സിലബസ് ഈ മേഖലകളിൽ ഉണ്ടെന്നുള്ളത് ശരിയാണ്. താങ്ങാനാവാത്ത സിലബസ് ഒരു മക്കൾക്ക്, ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ പ്രായത്തിന് അനുയോജ്യമായ സിലബസിനപ്പുറം കുട്ടിക്ക് ഇങ്ങനെ തത്തമ്മേ പൂച്ച പൂച്ച എന്നുള്ള നിലക്ക് ചൊല്ലി പഠിപ്പിക്കുകയും ആ ചൊല്ലി പഠിച്ചത് പേപ്പറിൽ എഴുതുകയും എന്നിട്ട് മാർക്ക് കിട്ടുകയും ചെയ്യുന്നിടത്താണ് ഇത്തരം വിദ്യാഭ്യാസവും സിലബസും ഒക്കെ പലപ്പോഴും ഉണ്ടാകുന്നത് എന്നുള്ളത് പലരുടെയും അനുഭവമായിരിക്കുമല്ലോ.
അതുകൊണ്ട് കുട്ടികൾക്ക് അവരുടെ തനതായ രൂപത്തിൽ വളരാൻ സാധിക്കുന്ന ഒരു ചുറ്റുപാട് ഉണ്ടാവുക, പ്രകൃതിപരമായ ഒരു ചുറ്റുപാടിൽ വളരാൻ സാധിക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. ആ അർത്ഥത്തിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതിന് ഉപയുക്തമായ രീതിയിൽ ദീനിന് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രീതിയിൽ മക്കൾ വളരാൻ സാധിക്കുന്ന ധാർമ്മിക ബോധം, ദീനി ചുറ്റുപാട് ആ അർത്ഥത്തിൽ മക്കൾക്ക് വരാൻ സാധിക്കുന്ന രീതിയിൽ അവർക്ക് വഴി നടത്താൻ, അവർക്ക് മാർഗദർശനം ചെയ്യാൻ മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് നമുക്ക് ബാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ച് ഇനിയിപ്പോ ചെറിയ ക്ലാസ്സുകളിലേക്കാണെങ്കിലും ശരി, ഇനി SSLC കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴൊക്കെയും ദീനിയായിട്ടുള്ള അധ്യാപനങ്ങൾ കൂടി നമുക്ക് കിട്ടുന്ന രീതിയിൽ മക്കളെ ചേർക്കാൻ സാധിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ, അതിലേക്ക് ചേർക്കാൻ സാധിക്കുമെങ്കിൽ അതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് എന്നുകൂടിയൊക്കെയാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റബ്ബിന്റെ അടുക്കൽ നിന്ന് അമാനത്തായി കിട്ടിയിട്ടുള്ള മക്കളുടെ കാര്യത്തിൽ അല്ലാഹു അമാനത്തായിട്ട് ഈ മക്കളെ നമ്മളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ എന്തുമാത്രം കരുതലുണ്ടായിട്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഗർഭപാത്രത്തിൽ അല്ലാഹു ആ ഒരു കരുതലിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള എത്ര വലിയ സംരക്ഷണ കവചങ്ങൾ അവിടെയുണ്ട്. ആ സംരക്ഷണത്തിന് ശേഷം എത്ര സുരക്ഷിതമായി കണ്ടാണ് നമ്മുടെ കയ്യിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ മക്കളെ സുരക്ഷിതമായി തന്നെ റബ്ബിലേക്ക്, ആ പ്രകൃതിയോടുകൂടി, ശുദ്ധ പ്രകൃതിയോടുകൂടി മക്കളെ വളർത്തി റബ്ബിലേക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമ്പോൾ ആ മക്കൾ നമുക്ക് ദുനിയാവിൽ ഉപകാരപ്പെടും. ആ മക്കൾ നമുക്ക് വേണ്ടി പരലോകത്ത് പ്രാർത്ഥിക്കുന്നവരാകും. ആ മക്കളോടൊപ്പം സ്വർഗത്തിലേക്ക് എത്താനും സാധിക്കും. അങ്ങനെയുള്ള വിചാരങ്ങൾ, അങ്ങനെയുള്ള ചിന്തകൾ മദ്രസ വിദ്യാഭ്യാസം അടക്കമുള്ള ധാർമ്മിക ബോധനമടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നിടത്ത് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്കെല്ലാവർക്കുമുള്ള ബാധ്യതയെ ഓർമ്മിപ്പിക്കുകയാണ്. നാളെ നമ്മുടെ മക്കൾ നമ്മളോട് റബ്ബിന്റെ മുൻപിൽ നമ്മളുടെ കാര്യത്തിൽ പരാതിപ്പെടുന്ന ഒരു പരാതിയെക്കുറിച്ച് അല്ലാഹു സംസാരിക്കുന്നുണ്ടല്ലോ. സൂറത്ത് ഫുസ്സിലത്തിലെ ആയത്തുണ്ട്. സൂറത്ത് ഫുസ്സിലത്തിലെ വഖാലല്ലദീന കഫറൂ റബ്ബനാ അരിനല്ലദീനി അദല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി ഫനജ്അലുഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ എന്ന് പറയുന്ന ആയത്ത് നമ്മൾ വല്ലാതെ ആലോചിക്കേണ്ട ഒരു ആയത്താണ്. എന്തുകൊണ്ടെന്നറിയോ? നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ ഒരു മാതാവിന്റെ അല്ലെങ്കിൽ ഒരു പിതാവിന്റെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സംരക്ഷണം കൊടുക്കേണ്ട, തർബിയത്ത് കൊടുക്കേണ്ട, തസ്കിയത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആ തരത്തിൽ ഉത്തരവാദിത്വം നിർവഹിക്കാത്തതിന്റെ പേരിൽ മക്കള് നമ്മളിൽ നിന്ന്, ദീനിന്റെ മാർഗത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ട് റബ്ബിന്റെ കോടതിയിൽ ആ മക്കള് വരുമ്പോണ്ടാകുന്ന ഒരവസ്ഥ. വഖാലല്ലദീന കഫറു, അങ്ങനെ നന്ദികളിലൂടെ ജീവിക്കുന്ന, കുഫറിൽ ജീവിക്കുന്ന മക്കളുടെ സംസാരം റബ്ബിന്റെ കോടതിയിൽ ഉണ്ടാവും. അതാണ് വഖാലല്ലദീന കഫറു. അങ്ങനെ കുഫറിന്റെ പാതയിലൂടെ ജീവിച്ച മക്കൾ റബ്ബിന്റെ മുൻപിൽ പരാതിപ്പെടും. എന്താ പറയാന്നറിയോ? റബ്ബനാ അരിനല്ലദീനി അദല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിങ്ങനെ പഴക്കാൻ കാരണക്കാരായിട്ടുള്ള മനുഷ്യവർഗത്തിലും ജിന്നുവർഗത്തിലും പെട്ട ആരൊക്കെണ്ടോ, അതിൽ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരടക്കം ആരൊക്കെണ്ടോ അവരെ ഞങ്ങൾക്കൊന്ന് കാണിച്ചത്. നമ്മുടെ മക്കൾക്ക് ധാർമ്മിക ബോധനം നൽകേണ്ട സമയത്ത് അത് കൊടുക്കുന്നിടത്തേക്ക് നമ്മൾ ശ്രദ്ധയിടില്ല. അതിന്റെ പേരിൽ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ഭ്രംശിച്ചു പോയിട്ടുണ്ട്, തെന്നിപ്പോയിട്ടുണ്ട്. അവർക്ക് മാർഗഭ്രംശം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ റബ്ബിന്റെ കോടതിയിൽ അവര് വിചാരണക്ക് മുൻപാകെ എല്ലാവരും എത്തുകയാണ്. ആ സമയത്താണ് സംസാരം ഞങ്ങൾക്ക് കാണിച്ചതാ, ഞങ്ങൾ ഇങ്ങനെ ആയിത്തീരാൻ കാരണക്കാരാരാ കാണിച്ചതാ എന്നിട്ട് പറയുമെന്നാണ്. ഞങ്ങൾ ഇങ്ങനെയായി തീർന്നു, അധമന്മാരായി തീർന്നതിന് കാരണം ഉണ്ടാകും. അതിന് കാരണക്കാരായ കാണിച്ചു തന്നാൽ അവരുടെ നെഞ്ചകങ്ങളിൽ ഞങ്ങളൊന്ന് കയറി കൂടിയിട്ട് ഞങ്ങളുടെ കാൽപാദങ്ങൾക്ക് ചുവട്ടിൽ അവരെയൊന്ന് ആക്കിയിട്ട് ചവിട്ടി തിമർക്കട്ടെ എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ
കൊടുക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ അവർ പഴച്ചു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഒരുപാട് സ്വപ്നം കാണുട്ടോ, ആ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ വലിയ വലിയ ജോലിയിലേക്ക് നമ്മൾ സ്വപ്നം കാണും. എന്നിട്ട് സ്വപ്നം കണ്ടിട്ടോ ആ സ്വപ്നത്തിലേക്ക് അവർ എത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ തന്നെയും നമ്മളെ വാർദ്ധക്യ സമയത്ത് നോക്കാൻ പോലും ഈ മക്കളില്ലാതെ വിദേശ രാഷ്ട്രങ്ങളിൽ സുഖലോലുപരായിക്കൊണ്ട് ജീവിക്കുന്ന, സമ്പാദിക്കുക നഷ്ടപ്പെട്ടത് മുഴുവനും എന്റെ ഉപ്പ എന്റെ അച്ഛൻ ഇതിനു വേണ്ടി എനിക്ക് ഈ ജോലി കിട്ടാൻ വേണ്ടി എത്രയാ ചെലവഴിച്ചിട്ടുള്ളത്, അതുവനെ നേടിപ്പിടിക്കണം. അത് ഉപ്പാക്ക് കൊടുക്കാനൊന്നുമല്ല, എനിക്ക് തന്റെ ജീവിത സുഖത്തിന് വേണ്ടി. ഇങ്ങനെ നമ്മളെ വിട്ടിട്ട് ഒരു സമയത്തേക്ക് ആ മരിക്കാൻ കിടക്കുന്ന ഒരു സമയം ഉണ്ടാകൂലേ, അല്ലെങ്കിൽ വെയ്യാതെ കിടക്കുന്ന സമയം ഉണ്ടാകൂലേ, ആ സമയത്ത് കൂടുതൽ ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്താണെന്നറിയോ? മക്കളെല്ലാവരും അടുത്തുണ്ടായിരുന്നെങ്കിൽ, ആ സമയത്ത് മക്കൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ആ മക്കളൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും രാഷ്ട്രങ്ങളിൽ കുടുംബസമേതം ഫാമിലി സ്റ്റാറ്റസോടുകൂടി പറക്കേയിരിക്കും, അതല്ലെങ്കിൽ അവിടെ കഴിഞ്ഞുകൂടെയിരിക്കും. അപ്പൊ നമ്മള് നല്ല സമയത്ത് പറഞ്ഞിട്ടുണ്ടാകും എന്റെ മോൻ അവിടെയാണ്, അവിടെയുള്ള പെരുമെങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ നമ്മൾക്ക് തോന്നുന്നൊരു ഘട്ടമുണ്ടാകും, മകൻ അവിടെ ആകേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നൊരു ഘട്ടമുണ്ടാകും. ആ ഘട്ടം ഉണ്ടാകുന്നതിന്റെ മുൻപ് മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകണം എന്ന് ചിന്തിക്കണം. അതോടൊപ്പം തന്നെ മക്കളുടെ ഉണ്ടായിട്ടില്ല എങ്കിലും അവരുടെ സാന്നിധ്യം വലുതാണ്, പരിചരണം വലുതാണ്, അവരിൽ നിന്ന് കിട്ടേണ്ട ആശ്വാസം വലുതാണ്, അവരിൽ നിന്ന് കിട്ടേണ്ട സന്തോഷം വലുതാണ്. അത് കിട്ടേണ്ട രീതിയിൽ കിട്ടണമെങ്കിൽ എന്റെ മകൻ എന്റെ മയ്യത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്ന മകനാകണം എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് നമ്മൾ പരാജയപ്പെട്ടു പോകാൻ പാടില്ല. അതാണ് ഇതിന്റെ ആകത്തുക. അത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. അതല്ലാത്ത പക്ഷം വലിയ സങ്കടം ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നിടത്തൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ പറയാം. ഇന്ന് പൊതുവിൽ ഇങ്ങനെ കരിയറിസം മാത്രമാണ് സ്വപ്നമായിട്ട് വരുന്നത്. ഒരു കരിയറിസം എന്ന് പറയുന്ന ജോലികളുടെ പെൺകുട്ടികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ നിങ്ങള്, നമ്മളൊക്കെ അങ്ങനെ സ്വപ്നം കൊടുത്ത് വളർത്തുകയാണ്. ഈ കരിയറിസം ജോലി വേണ്ടെന്നല്ലോ, അങ്ങനെ ചിന്തിക്കന്നെ ചെയ്യരുത്. ജോലി വേണം, ജോലി ആകാം, പക്ഷേ ജോലിയാണെല്ലാം എന്നുള്ള തരത്തിലേക്ക് ചിന്തിക്കുകയാണെങ്കിലും വലിയ അപകടമാണത്. കുടുംബം തകരും, കുടുംബ സംവിധാനങ്ങൾ ഇല്ലാതെയാകും. അങ്ങനെ വരുന്നിടത്താണ് എനിക്കിപ്പോ കല്യാണം വേണ്ട, എനിക്ക് കല്യാണം വേണ്ട എന്ന് പറയുന്ന മക്കളുണ്ട്, എനിക്കിപ്പോ കല്യാണം വേണ്ട എന്ന് പറയുന്ന മക്കളുണ്ട്. അതോടൊപ്പം തന്നെ ഞാനൊന്ന് എവിടെയെങ്കിലും സ്വന്തമായി വരുമാനം നേടുന്ന തരത്തിലേക്ക്, എന്റെ കാര്യം നോക്കാൻ തക്കതായ വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് ഞാൻ എത്തട്ടെ, വേറെ ഒരാളെ ആശ്രയിക്കേണ്ടി വരാതെ എനിക്ക് ജീവിക്കാൻ കഴിയട്ടെ, എന്നിട്ടാകാം കുടുംബവുമൊക്കെ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് വളർന്നു വരുന്നുണ്ട്. അതുണ്ടായിക്കൂടാ. അതുണ്ടാകുമ്പോൾ റബ്ബിന്റെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിക്കലാണ് അത് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. അങ്ങനെയുള്ള ലിബറൽ ചിന്താഗതികൾ വളർന്നു വരുന്നിടത്ത് നമുക്ക് ദീനിന്റെ മാർഗം എന്ത് എന്ന് ബോധ്യത്തോടുകൂടി പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം, ബോധിപ്പിക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം നമുക്കറിയാം, നമ്മൾക്ക് തൊഴിലാളി ദിനം, ലോക തൊഴിലാളി ദിനമായിക്കൊണ്ട് ആചരിക്കുന്ന ദിവസമാണ്. നമ്മൾ മനസ്സിലാക്കണം, തൊഴിലെന്ന് പറയുന്നത് ഇതും കൂടി ഈ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമാണല്ലോ, സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണല്ലോ. ഏത് തൊഴിലാണെങ്കിലും ശരി, വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ വൈറ്റ് കോളർ ജോബ് മാത്രമാണ് മികച്ച ജോലി എന്നുള്ള ചിന്തയൊന്നും വേണ്ട. ഒരു മീൻ കച്ചവടക്കാരൻ അല്ലെങ്കിൽ സാധാരണ കൂലിപ്പണിക്കാരൻ അയാളെടുക്കുന്ന ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ടുള്ള ഒരു കൂട്ടം സ്വഹാബികള് എല്ലാ ആളുകളും റസൂലുള്ളാഹിന്റെ കൈ കൊടുത്ത് സലാം പറയുമ്പോൾ ഹസ്തദാനം ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടാകുന്നുണ്ട്. ആ സമയത്ത് ഒരു മനുഷ്യൻ മാത്രം വിട്ടുനിൽക്കുക. എന്താണ് സുഹൃത്തെ, എന്താണ് താങ്കൾ ഇങ്ങനെ കൈ തരാതെ മാറി നിൽക്കുന്നു ചോദിച്ചപ്പോ ആ സ്വഹാബി പറയുന്നുണ്ട്, ആ മുസ്ലിമായ മനുഷ്യൻ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, ഒരുപാട് അധ്വാനിച്ചിട്ട് കൈ മുഴുവനും തഴമ്പ് ബാധിച്ചിട്ടുണ്ട് റസൂലെ എന്ന് പറഞ്ഞ് സ്വന്തം ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന്റെ കൈ തന്റെ കയ്യിലേക്ക് ചേർത്ത് വെച്ച് ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചിട്ട് ആ മനുഷ്യന്റെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, നാളെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗത്തിലേക്ക് പോകുന്ന കൈ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊരു തൊഴിലാണെങ്കിലും ശരി, അതിനതിൻ്റെതായ മഹത്വമുണ്ട്. മക്കളുടെ കാര്യത്തിൽ അവിടെ അഭിരുചികൾ മനസ്സിലാക്കുകയും ആ അഭിരുചികൾക്കനുസരിച്ച്, അഭിരുചിയും ആഗ്രഹവും രണ്ടാണ് കേട്ടോ. ആഗ്രഹങ്ങൾ നമുക്ക് ഇങ്ങനെ ജനിപ്പിച്ചു കൊടുക്കുക, ഉണ്ടാക്കി കൊടുക്കുക. പക്ഷെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കണം അവിടെ ടേസ്റ്റ് എന്ന് പറയുന്നത്, അഭിരുചി എന്ന് പറയുന്നത്. ആ അഭിരുചിക്ക് അനുയോജ്യമായ രീതിയിൽ അവർക്ക് ഉന്നതമായ തലങ്ങളിൽ എത്തിപ്പിടിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതിനർത്ഥം അതാണ്
അതാണ് മികച്ചത്, അങ്ങനെ കിട്ടുന്ന ജോലിയാണ് മികച്ചത് എന്ന് ചിന്തിക്കാനും പാടില്ല. ഏതൊരു ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. അതിപ്പോ സഹോദരിമാർ നമ്മളെ പ്രത്യേകിച്ച് ശമ്പളം ഇല്ലാതെ വീടുകളിൽ പകലന്തിയോളം എന്ന് പറഞ്ഞാൽ പോരാ, 24 മണിക്കൂറും ഉറങ്ങണ കുറച്ച് സമയമൊഴികെ ബാക്കി മുഴുവനും സമയത്തും ജോലി ചെയ്യുന്ന നമ്മുടെയൊക്കെ വീട്ടിലെ സഹോദരിമാരെ കുറിച്ച്, ഉമ്മമാരെ കുറിച്ച്, നമ്മുടെ പെങ്ങന്മാരെ കുറിച്ച്, നമ്മുടെ ഇണകളെ കുറിച്ച്, മക്കളെ കുറിച്ചൊക്കെ ആലോചിച്ച് നോക്കിയേ. ഒരുപാട് അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളാരും ആണുങ്ങൾ എന്നുള്ള നിലക്ക് അവരാരും ശമ്പളം ചോദിക്കാറില്ല, നമ്മൾ ശമ്പളം കൊടുക്കാറില്ല, അങ്ങനെ ശമ്പളത്തിന് വേണ്ടി ചെയ്യുന്ന ജോലിയായിട്ട് എടുക്കാറില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നാളെ റബ്ബിന്റെ അടുക്കൽ എത്തുമ്പോ അല്ലാഹുവിന്റെ അടുക്കൽ സന്തുഷ്ടകരമായ ഒരു ജീവിതം, അങ്ങനെയുള്ള ആ പെർഫെക്റ്റോടുകൂടി ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അത് പുരുഷനാണെങ്കിലും ശരി സ്ത്രീയാണെങ്കിലും ശരി, അവരുടെ ഉത്തരവാദിത്തങ്ങൾ ധർമ്മബോധത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏതൊരാൾക്കും അവർക്ക് അതിൻ്റെതായ സ്ഥാനം അള്ളാഹു നൽകും എന്നുള്ളത് പരിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇസ്ലാമില് ഈ വിഷയം പറയുമ്പോൾ, അതായത് ഈ തൊഴിലാളി ദിനമായിട്ട് ബന്ധപ്പെട്ട് സന്ദേശം പറയുമ്പോൾ നമുക്ക് എപ്പോഴും പറയാൻ സന്ദേശം എന്താ? ഇതിനോളം അള്ളാഹുവിന്റെ ദീനിനോളം, അള്ളാഹുവിന്റെ പ്രവാചകനോളം തൊഴിലാളികളുടെ അവകാശങ്ങളെ വകവെച്ചു കൊടുത്ത് സംസാരിച്ച വേറെ ഒരു സംസാരം ലോകത്ത് കാണാൻ കഴിയില്ല. അതേതാണെന്നറിയോ? എന്നാണ്. ഒരു മനുഷ്യൻ തൊഴിലെടുത്തു കഴിഞ്ഞാൽ ആ തൊഴിൽ എടുത്തിട്ട് അയാളുടെ വിയർപ്പിന്റെ തുള്ളികൾ വറ്റിപ്പോകുന്നതിന്റെ മുൻപേ തന്നെ അയാളുടെ കൂലി അങ്ങോട്ട് എത്തിച്ചു കൊടുത്തോളണം എന്ന് പറയുന്നതിനപ്പുറം തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടി സംസാരിച്ച ഒരു ദർശനം ലോകത്തില്ല. അത്രമേൽ തൊഴിലാളികൾക്ക് വേണ്ടി കൂടെ നിന്ന, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കൂടെ നിന്ന ഒരു മതത്തിന്റെ വക്താക്കളാണ് നമ്മൾ എന്നുള്ള തിരിച്ചറിവ് കൂടി തൊഴിലുടമകൾ എന്നുള്ള നിലക്ക് അതും അറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു തൊഴിലും, ഇപ്പൊ പള്ളിയിലൊക്കെ ഇമാമ നിൽക്കുന്ന മുഅദ്ദിനുകളായിട്ടുള്ള ആളുകൾ, മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ, അവരുടെ തൊഴിലൊക്കെ മഹത്വം എന്താ? ചെറുതല്ല. അവരെ നമ്മളിങ്ങനെ ഇപ്പോഴും പഴയകാല ശമ്പളമൊക്കെ ആയിട്ട് ഇങ്ങനെ അവർക്ക് കുടുംബമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ അർത്ഥത്തിലൊക്കെ ആലോചിച്ചുകൊണ്ട് കൊടുക്കേണ്ട ആദരവ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഭൗതികമായി കൊണ്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങളും ചുറ്റുപാടുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ അനിവാര്യമാണ്. ആ ജോലിയുടെ മഹത്വമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിലൊക്കെയുണ്ട്. അള്ളാഹു അവന്റെ ദീനിനെ ദീനായി ചേർത്ത് നിർത്തി മനസ്സിലാക്കാനുള്ള, നെഞ്ചകത്തോട് ചേർത്തി ഹൃദയത്തോട് ചേർത്തി മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ പോരായ്മകളും നാഥൻ നമുക്കെല്ലാവർക്കും മാപ്പ് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഈ ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും നന്നാക്കി തന്ന് അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവേ, നാളെ ഞങ്ങളുടെ മരണം ഈമാനോടുകൂടിയുള്ള മരണം തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവേ, നാളെ നിന്റെ അടുക്കലേക്ക് ആഖിറത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ നാഥ, നിന്റെ അടുക്കൽ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമുൻ അലൽ മുർസലീൻ.